അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് ഓർ നോർമൽ ഓഫ് ദ കർവ് എക്സ് റേസ് ടു 2/3 പ്ലസ് വൈ റേസ് ടു 2/3 ഈക്വൽസ് ടു അറ്റ് 1 1. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റും ഇക്വേഷൻ ഓഫ് നോർമലും കണ്ടുപിടിക്കണം അറ്റ് ദ പോയിൻറ്റ് 1 1. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്താണ് ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ്? y മൈനസ് വൈ നോട്ട് ഈക്വൽസ് എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇവിടെ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് എന്താ? അതെങ്ങനെ കണ്ടുപിടിക്കുക? ഈ തന്നിട്ടുള്ള ഈ കർവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എം ഈക്വൽസ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. അറ്റ് ദി പോയിൻറ്റ് നമുക്ക് തന്നിട്ടുള്ള പോയിൻ്റ് എന്താ? 1 1. അപ്പോൾ തന്നിട്ടുള്ള കർവിനെ നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ലോപ്പ്. ഇക്വേഷൻ ഓഫ് നോർമൽ എന്താ? ഈ എമ്മിൻ്റെ പ്ലേസിൽ -1/m ആണ് വരിക. അപ്പോൾ y മൈനസ് വൈ നോട്ട് ഈക്വൽസ് -1/m ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇതാണ് ഇക്വേഷൻ ഓഫ് നോർമൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ സ്ലോപ്പ് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ചാൽ നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കർവ് എക്സ് റേസ് ടു 2/3 പ്ലസ് വൈ റേസ് ടു 2/3 ഈക്വൽസ് 2 ആണ്. ഇയാളിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ള ഫോർമുലയാണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ, ദറ്റ് ഇസ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു 2/3 എന്താ? ദറ്റ് ഇസ് 2/3 എക്സ് റേസ് ടു 2/3 മൈനസ് 1. ഇതെന്താണ്? -1/3 പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വൈ റേസ് ടു 2/3. ഇതെന്താ? ഇവിടെ നിങ്ങൾ ചെയിൻ റൂളൊക്കെ യൂസ് ചെയ്യുക. 2/3 വൈ റേസ് ടു 2/3 മൈനസ് 1 ദറ്റ് ഇസ് -1/3 ഇൻറ്റു എന്ത് ചെയ്യണം? ഈ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. dy ബൈ ഡി എക്സ് ദറ്റ് ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് ദറ്റ് ഇസ് 0. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾ dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക. ദറ്റ് ഇസ് ഈക്വൽ ടു ഈ ടേമിനെ നമുക്ക് റൈറ്റിലേക്ക് എടുക്കാം. അപ്പം എന്ത് വരും? -2/3 എക്സ് റേസ് ടു -1/3 അല്ലേ? പോസിറ്റീവായിട്ടുള്ള ടേം ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആവും. ഡിവൈഡഡ് ബൈ ഈ ടേം താഴെ വരും. 2/3 വൈ റേസ് ടു -1/3. ഇവിടെ ഈ 2/3 ക്യാൻസലായി പോവും. ബാക്കി ഇവിടെ ഉള്ളത് എന്താണ്? ദിസ് ഇസ് -x/y ഹോൾ റേസ് ടു -1/3. ഈ രണ്ട് ടേംസിൻ്റെയും പവർ എന്താണ്? സെയിം ആണ്. അതുകൊണ്ടാണ് ഹോൾ റേസ് ടു -1/3 എന്ന് എഴുതിയത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഈ നെഗറ്റീവ് കളയാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? -y/x. ഇത് തല തിരിച്ച് വരും. y/x ഹോൾ റേസ് ടു 1/3. ഇതാണ് നമ്മുടെ എന്ത്? dy ബൈ ഡി എക്സ്. അതായത് നമ്മുടെ സ്ലോപ്പാണ് ഇത്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ എക്സ് നോട്ടിനും വൈ നോട്ടിനും, അതായത് ഇവിടുത്തെ പോയിന്റ് ഇപ്പോൾ എക്സും വൈ ആണ് അല്ലേ? ഇവിടെ എക്സിനും വൈനും 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ dy ബൈ ഡി എക്സ് അറ്റ് 1 1 അതെന്താണ്? ദറ്റ് ഇസ് ഈക്വൽ ടു -1/1 ഹോൾ റേസ് ടു 1/3. ദറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? -1 ആണ്. -1 അല്ലേ? ഇതാണ് നമ്മുടെ സ്ലോപ്പ്. ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y മൈനസ് വൈ നോട്ട് എന്താണ്? 1 ദറ്റ് ഇസ് ഈക്വൽ ടു എം. എം എസ് -1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്താണ്? 1. അപ്പോൾ y മൈനസ് 1 ഈക്വൽസ് -x പ്ലസ് 1. ഈ ടേംസിനൊക്കെ നിങ്ങൾ ലെഫ്റ്റിലേക്ക് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? y മൈനസ് 1 പ്ലസ് എക്സ് മൈനസ് 1 ഈക്വൽ 0. അപ്പോൾ y പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽസ് 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ്. ഇനി ഇക്വേഷൻ ഓഫ് നോർമൽ എന്താണ്? y മൈനസ് വൈ നോട്ട് എന്താ? 1 ആണ്. ദറ്റ് ഇസ് ഈക്വൽ ടു -1/m. m എന്താ കിട്ടിയത്? -1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഇസ് ഓൾസോ 1. അപ്പോൾ y മൈനസ് 1 ഈക്വൽസ് എന്താണ്? എക്സ് മൈനസ് 1. അപ്പോൾ y മൈനസ് 1 മൈനസ് എക്സ് പ്ലസ് 1 ദറ്റ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ -1ഉം +1ഉം ക്യാൻസൽ ആവും. അപ്പോൾ ബാക്കി y മൈനസ് എക്സ് ഈക്വൽ 0 എന്നാണ് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് നോർമൽ.
Next question നോക്കുക. Find the equation of tangent to the curve y equals root 3x minus 2 which is parallel to the line 4x minus 2y plus 5 equals 0. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഓഫ് ടാൻജൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ടാൻജൻറ്റ് ഈ ലൈനിനോട് പാരലൽ ആണ്. അപ്പോൾ എന്താണ് ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ്? ദറ്റ് ഇസ് y മൈനസ് വൈ നോട്ട് ഈക്വൽസ് എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇവിടെ എം എന്താണ്? എം ഇസ് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ്, ദറ്റ് ഇസ് ഡി വൈ ബൈ ഡി എക്സ് അറ്റ് എ ഗിവൻ പോയിൻറ്റ്. ഇതാണ് നമ്മുടെ സ്ലോപ്പ്. അപ്പോൾ നമുക്കിവിടെ സ്ലോപ്പും വേണം, പിന്നെ ഈ പോയിൻറ്റ്സും വേണം. ഇതറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ടാൻജൻറ്റ് ഇസ് പാരലൽ ടു ദിസ് ലൈൻ. അപ്പോൾ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് വിൽ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് കിട്ടും. ഇത് കിട്ടാൻ എളുപ്പമാണ്. പിന്നെന്താ നമുക്ക് വേണ്ടേ? ഈ പോയിൻറ്റ്സ് വേണം, എക്സ് നോട്ട് വൈ നോട്ട് വേണം. അപ്പോൾ പോയിന്റ് കണ്ടുപിടിക്കണ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് നമ്മുടെ ടാൻജൻറ്റ് ഇസ് പാരലൽ ടു എന്താണ്? ലൈൻ അല്ലേ? അപ്പോൾ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് വിൽ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ലൈൻ. അപ്പോൾ സ്ലോപ്പ് ഓഫ് ലൈൻ എന്താണ്? നമുക്ക് തന്നിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻ 4x മൈനസ് 2y പ്ലസ് 5 ഈക്വൽ 0 ആണ്. അപ്പം ഇതിൽ നിന്ന് സ്ലോപ്പ് എങ്ങനെ കിട്ടും? ഈ തന്നിട്ടുള്ള ലൈനിനെ y ഈക്വൽസ് എം എക്സ് പ്ലസ് സി ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടും അല്ലേ? ഇപ്പം നോക്കിയേ, ഈ ടേമിനെ ഞാൻ റൈറ്റിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ 4x പ്ലസ് 5 ഈക്വൽസ് 2y. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? y ആണ് വേണ്ടത്. ഇവിടെ y എന്തായിരിക്കും? ഇവിടെ ഡിവൈഡഡ് ബൈ 2, ഇവിടെയും ഡിവൈഡഡ് ബൈ 2. ഇവിടെ ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x എന്നാണ് കിട്ടുക. അപ്പോൾ 2x പ്ലസ് 5/2 ഈക്വൽസ് y എന്ന് കിട്ടി. ഇനി ജസ്റ്റ് ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് ഇവിടെ ഉള്ളത് എന്താണ്? 2 ആണ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ലൈൻ എന്താ? 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ഇസ് ഓൾസോ 2. അപ്പോൾ നമുക്ക് ഈ എം കിട്ടി, ദറ്റ് ഇസ് 2. ഇനി നമുക്ക് ഈ പോയിൻറ്റ്സ് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് ഈ കർവിനെ നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എന്നിട്ട് 2 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. നമുക്ക് തന്നിട്ടുള്ള കർവ് y ഈക്വൽസ് റൂട്ട് 3x മൈനസ് 2 ആണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കാണാം. ദറ്റ് ഇസ് ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് ഇസ് 1/2 റൂട്ട് എക്സ്. എക്സിൻ്റെ പ്ലേസിൽ 3x മൈനസ് 2. ഇയാളിനെയും കൂടിയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 3x ഇസ് 3 മൈനസ് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ദറ്റ് ഇസ് 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3/2 റൂട്ട് 3x മൈനസ് 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇവർ തമ്മിലൊന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/2 റൂട്ട് 3x മൈനസ് 2 ഈക്വൽസ് ദിസ് 2. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാം. അപ്പോൾ 3 ഈക്വൽസ് 4 റൂട്ട് 3x മൈനസ് 2 എന്ന് കിട്ടും. അപ്പോൾ ദിസ് ഇംപ്ലൈസ് 3/4 ഈക്വൽസ് റൂട്ട് 3x മൈനസ് 2. ഇവിടെ നമുക്ക് ഈ റൂട്ട് കളയാം. നിങ്ങൾക്ക് എന്ത് കിട്ടും? 9/16 ഈക്വൽസ് 3x മൈനസ് 2. ഇതിൽ നിന്ന് 3x എന്താണ്? ദറ്റ് ഇസ് 9/16 മൈനസ് 2 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 2. നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. 9 പ്ലസ് 2 ഇൻറ്റു 16 ഹോൾ ഡിവൈഡഡ് ബൈ 16 ഈക്വൽസ് 3x. അപ്പോൾ എക്സ് എന്താണ്? എക്സ് ഈക്വൽസ് 9 പ്ലസ് 2 ഇൻറ്റു 16 ബൈ 16 ഇൻറ്റു 3. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വാല്യൂ ഓഫ് എക്സ് 41/48 ആണ് കിട്ടുക. ഇനി നമുക്ക് വാല്യൂ ഓഫ് y വേണം അല്ലേ? അതിന് വേണ്ടി ഈ എക്സ് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് റൂട്ട് 3 ഇൻറ്റു 41/48 മൈനസ് 2 എന്ന് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഈക്വൽ ടു 3/4. അപ്പോൾ വാല്യൂ ഓഫ് y എന്താണ്? 3/4. അപ്പോൾ നമ്മുടെ പോയിൻ്റ് എന്താ? പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് കോമ വൈ ദറ്റ്സ് ഈക്വൽ ടു എക്സ് ഇസ് 41/48 ആൻഡ് y is 3/4. അപ്പോൾ നമുക്കിവിടെ സ്ലോപ്പും കിട്ടിയിട്ടുണ്ട്, പോയിൻറ്റും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇക്വേഷനിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി.
y minus y naught എന്താണ് 3/4 equals 2 into x minus x naught, that is 41/48. ഇനി ഇവിടെ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ഒന്ന് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. അപ്പോൾ 4y minus 3/4 is equal to 2 into 48x minus 41/48. ഇവിടെ 2-ൽ 24 ടൈംസ് ആണ് 48. അപ്പോൾ നമുക്ക് 4y minus 3 എന്ത് കിട്ടും? ഈ 4 ഇങ്ങോട്ട് പോവും. അപ്പോൾ 4 into 48x minus 41 divided by 24. അപ്പോൾ 4-ൽ 6 ടൈംസ് ആണ് 24. അപ്പോൾ 4y minus 3 equals 48x minus 41/6 എന്ന് കിട്ടും. ഈ 6നെ നിങ്ങൾ ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ 6 into 4 that is 24y minus 6 into 3 that is 18 equals 48x minus 41. ഞാൻ ഈ ടേംസിനൊക്കെ നമ്മുടെ റൈറ്റിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ 48x minus 24y minus 41, ഈ മൈനസ് 18 ഇങ്ങോട്ട് വരുമ്പോൾ പോസിറ്റീവ് 18 ആവും. ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 48x minus 24y മൈനസ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 23 ഈക്വൽ 0 എന്ന് കിട്ടും. അപ്പോൾ 48x minus 24y ഇയാളിനെ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 23. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ ഓഫ് നോർമൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് കണ്ടു. സെയിം അതേപോലത്തെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താ ഉള്ളത്? നമ്മൾ ഇക്വേഷൻ ഓഫ് നോർമൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് നോർമൽ ടു ദ കർവ് y equals x³ plus 2x plus 6 which are parallel to the line x plus 14y plus 4 equals 0. അപ്പോൾ ഇക്വേഷൻ ഓഫ് നോർമൽ ഫൈൻഡ് ചെയ്യാൻ നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഫസ്റ്റ് ഓഫ് ഓൾ സ്ലോപ്പ് ഓഫ് നോർമൽ വേണം. സെക്കൻഡ്ലി പോയിന്റും വേണം. ഈ രണ്ട് കാര്യം അറിഞ്ഞാലാണ് ഇക്വേഷൻ ഓഫ് നോർമൽ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ അല്ലേ? പിന്നെ ഇക്വേഷൻ ഓഫ് നോർമലിൻ്റെ ഫോർമുല എന്താണ്? ദറ്റ് ഇസ് y minus y naught equals -1/m into x minus x naught. ഇവിടെ m എന്താണ്? ദിസ് ഇസ് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക? നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ തന്നിട്ടുള്ള കർവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഇയാളിനെ നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3x² + 2 ആണ് കിട്ടുക. അപ്പോൾ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് എന്താണ്? 3x² + 2. അപ്പോൾ സ്ലോപ്പ് ഓഫ് നോർമൽ എന്താണ്? -1/3x² + 2. ഇനി ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ നോർമൽ ഈ ലൈനിനോട് പാരലൽ ആണ്. അപ്പോൾ പാരലൽ ലൈൻസിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ സ്ലോപ്പ് ഓഫ് ലൈൻ എങ്ങനെ കാണും? നമുക്ക് തന്നിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷൻ x + 14y + 4 = 0 ആണ്. അപ്പോൾ ഇയാളിനെ നിങ്ങൾ y equals mx + c ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, 14y equals x ഇങ്ങോട്ട് പോകുമ്പോൾ -x, 4 ഇങ്ങോട്ട് പോകുമ്പോൾ -4. അപ്പോൾ y എന്താണ്? ദറ്റ് ഇസ് -1/14x -4/14. അപ്പോൾ ജസ്റ്റ് കമ്പയർ ചെയ്യുക. ഇപ്പോൾ ഇവിടെ എമ്മിൻ്റെ പ്ലേസിൽ എന്താ ഉള്ളത്? -1/14 ആണ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ലൈൻ എന്താണ്? ദറ്റ് ഇസ് -1/14. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്ലോപ്പ് ഓഫ് നോർമൽ ഈക്വൽസ് -1/14. അപ്പോൾ നമ്മളിവിടെ രണ്ട് രീതിയിലും സ്ലോപ്പ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടേ? പോയിൻറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ സ്ലോപ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് എക്സ് കിട്ടും. അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് വാല്യൂ ഓഫ് വൈയും കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഈ സ്ലോപ്പ് എന്താണ്? -1/mൻ്റെ പ്ലേസിൽ 14 എന്ന് എഴുതാണ്. ഓക്കെ, നമുക്ക് ഈ പോയിൻറ്റ്സ് മാത്രം മതി. ഇവിടെ ഈ മൈനസും ക്യാൻസൽ ആവും. ഇനി ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 14 equals 3x² + 2. This implies 14 - 2 that is 12 equals 3x². x² എന്താണ്? That is equal to 4.
which implies x എന്താണ്, that is plus or minus 2. നമുക്ക് വാല്യൂ ഓഫ് എക്സ് കിട്ടി. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പം എക്സ് 2 ആവുമ്പോൾ എക്സ് ഈക്വൽസ് 2 ആവുമ്പോൾ വൈ എന്താണ്, 2 ക്യൂബ് പ്ലസ് 2 ഇൻറ്റു 2 പ്ലസ് 6, ദാറ്റ് ഇസ് 8 പ്ലസ് 4 പ്ലസ് 6, ദാറ്റ് ഇസ് ഈക്വൽ ടു 18. ഇനി എക്സ് ഈക്വൽസ് നെഗറ്റീവ് 2 ആവുമ്പോൾ വൈ എന്താണ്, നെഗറ്റീവ് 2 ക്യൂബ് പ്ലസ് 2 ഇൻറ്റു നെഗറ്റീവ് 2 പ്ലസ് 6, ദാറ്റ് ഇസ് നെഗറ്റീവ് 8 നെഗറ്റീവ് 4 പ്ലസ് 6, ദാറ്റ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 6. നമുക്ക് കിട്ടിയ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, എക്സ് 2 ആവുമ്പോൾ വൈ 18ഉം പിന്നെ എക്സ് നെഗറ്റീവ് 2 ആവുമ്പോൾ വൈ നെഗറ്റീവ് 6ഉമാണ്. ഇതാണ് നമ്മുടെ പോയിൻറ്റ്സ്. ഇനി നമുക്ക് ഈ പോയിൻറ്റ്സ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ 2,18 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വൈ മൈനസ് വൈ നോട്ട് ഇസ് 18 ഈക്വൽസ് മൈനസ് 1/14 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഇസ് 2. അപ്പോൾ ജസ്റ്റ് ഇതിനെ ഒക്കെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 14 മൈനസ് 14 ഇൻറ്റു 18 ദാറ്റ് ഇസ് 252, ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, അപ്പോൾ മൈനസ് എക്സ് പ്ലസ് 2. ദിസ് ഇംപ്ലൈസ് 14y, ഈ മൈനസ് എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ പോസിറ്റീവ് എക്സ്, മൈനസ് 252 മൈനസ് 2 ഈക്വൽ 0. ദിസ് ഇംപ്ലൈസ് 14y പ്ലസ് എക്സ് മൈനസ് 254 ഈക്വൽ 0. ഇനി നെക്സ്റ്റ് പോയിന്റ് എടുക്കുക, മൈനസ് 2 മൈനസ് 6. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ ഓഫ് നോർമൽ എന്താണ്, y മൈനസ് വൈ നോട്ട് ഈക്വൽസ് മൈനസ് 1/14 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. അപ്പോൾ y പ്ലസ് 6 ഈക്വൽസ് മൈനസ് 1/14 ഇൻറ്റു എക്സ് പ്ലസ് 2. ഇപ്പോൾ 14 ഇങ്ങോട്ട് കൊടുക്കുക, ഇവിടെ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ 14y പ്ലസ് 6 ഇൻറ്റു 14 ദാറ്റ് ഇസ് 84, ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് മൈനസ് 2. ഇനി ഈ ടേംസിനൊക്കെ നമ്മുടെ ലെഫ്റ്റിലേക്ക് എടുക്കാം. നമുക്ക് കിട്ടും 14y പ്ലസ് എക്സ് പ്ലസ് 84 പ്ലസ് 2 ഈക്വൽ 0, ദാറ്റ് ഇസ് എക്സ് പ്ലസ് 14y പ്ലസ് 86 ഈക്വൽ 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് നോർമൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. താങ്ക് യു.